സോറി യെസ് കുറച്ച് ലേറ്റ് ആയി പോയി. ബട്ട് കണ്ടു. ഇത് എന്താ പറയാ, എല്ലാരും പറയുന്ന പോലെ ഒരു വീക്കസ്റ്റ് മൂവി ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. എല്ലാരും പറയുന്ന ഒരു ഊറപ്പടം, പട്ടിക്കൂറപ്പടം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അത്രയൊന്നുമല്ല, ഒരു ആവറേജ് മൂവി കണ്ടിരിക്കാൻ. അതായത് ഒരു വൺ ടൈം വാച്ചിനൊക്കെ ഉള്ളതുണ്ട്. റിപ്പീറ്റ് വാല്യൂ കുറവാണ്, ശരിയാണ്. പക്ഷെ എല്ലാരും പറയുന്നു ഇത് ലോകേഷ് കനകരാജിന്റെ ഒരു വീക്കസ്റ്റ് മൂവി എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയൊന്നുമല്ല. ശരിയാണ്, കമ്പയറിങ് വിത്ത് അതർ മൂവീസ് ഇത് കുറച്ച് ഒരു കൊടിക്ക് ഡൗൺ ആണ്. പക്ഷെ ഇതിന്റെ ബാക്കി എലമെന്റ്സും കൂടെ നമ്മൾ നോക്കണമല്ലോ. സോ അതാണ് ഈ വീഡിയോ. എല്ലാവരും എനിക്കിപ്പോൾ റിവ്യൂ പറയാൻ എല്ലാവരും പറയുന്ന പോലെ അത് കൊള്ളില്ല ഇത് കൊള്ളില്ല എന്നൊക്കെ എനിക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ ഞാൻ അത് മാത്രമല്ല, ഇതിൻ്റെ കുറച്ച് പോസിറ്റീവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ അതും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. സോ എന്തൊക്കെ കാരണം കൊണ്ട് നിങ്ങൾക്ക് ആ മൂവി കാണാം എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇത് പറയുന്നത് ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമില്ല. എനിക്ക് പ്രൊമോഷൻ കിട്ടാൻ അത്ര വലിയ സബ്ബൊന്നുമില്ല, എനിക്ക് അത്ര വലിയ വ്യൂവേഴ്സും ഇല്ല. സോ പ്രൊമോഷൻ ഒന്നുമല്ല, ഇത് എൻ്റെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു റിവ്യൂ ആണ് ആ മൂവിനെ പറ്റി. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ബീജിയം അനിരുദ്ധ് നല്ല രീതിയിൽ ഇതിൻ്റെ ബീജിയം കൈകാര്യം ചെയ്തിട്ടുണ്ട്. എല്ലാം ഞാൻ പറയുന്നില്ല, ബട്ട് ചില സ്ഥലത്ത് നല്ല ബീജിയമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഉപേന്ദ്രയുടെ ഇൻട്രോ എന്ന ആ ഒരു സമയത്തുള്ള ആക്ഷൻ ആണെങ്കിലും ആ ബീജിയം ആണെങ്കിലും സെറ്റ് സാധനമായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഒരു സീക്വൻസ് ആയിരുന്നു അത്. പിന്നെ ലാസ്റ്റ് അമീർ ഖാൻ്റെ ഇൻട്രോയുടെ അവിടെ ഉള്ളൊരു ബീജിയമും പിന്നെ മൂവിയുടെ ഇടയ്ക്കിടയ്ക്ക് ഇടുന്ന ചില ബീജിയം അതൊക്കെ അടിപൊളിയായിരുന്നു. ശരിയാണ്, രജനീകാന്തിൻ്റെ ആ ഒരു ഇൻട്രോയ്ക്കൊന്നും ഒരു പവർ കിട്ടില്ല. കാരണം മൂവി റിലീസ് ആവുന്നതിന് മുമ്പ് ഞാൻ ഈ കൂലിയുടെ ബീജിയം ഞാൻ കേട്ടു. കൊള്ളാമെന്ന് വെച്ചാൽ കൊള്ളാം, ശരിയാണ്. പക്ഷെ ഒരു ഇമ്പാക്റ്റ് കിട്ടുന്നില്ല. ഒരു ബിജിഎമ്മിനൊരു പവർ കിട്ടുന്നില്ല. കാരണം ജയിലർ ഇല്ലെങ്കിൽ ലോകേഷ് കനകരാജൻ്റെ തന്നെ വിക്രം സിനിമയുടെ ആ ഒരു ഇൻട്രോ സീനോ ഇല്ലെങ്കിൽ ലിയോയുടെ ഇൻട്രോ സീനോ ഇതൊക്കെ കണ്ടവർക്ക് മനസ്സിലാവും ആ ഒരു ബിജിഎമ്മിൻ്റെ ഇമ്പോർട്ടൻസ് പടത്തിൽ എങ്ങനെയാണ് ലൈക്ക് പടത്തിനെ അഫക്റ്റ് ചെയ്യണേന്ന് നമുക്ക് മനസ്സിലാവും. ഇതിലത് കിട്ടിയില്ല, ശരിയാണ്. രജനീകാന്തിൻ്റെ ഇൻട്രോ ഒക്കെ ഭയങ്കര പ്ലെയിൻ ആയതുപോലെ എനിക്ക് തോന്നി. പിന്നെ ഇതിലെ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ സൗബിനും അതുപോലെ തന്നെ നാഗാർജുനയും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ രജനീകാന്തിൻ്റെ നമ്മൾ പണ്ടത്തെ മൂവിയിലൊക്കെ കണ്ട പോലെ സ്ഥിരമുള്ള ഒരു അഭിനയമാണ്. പക്ഷെ ആ ഒരു പുള്ളിയുടെ ആ ഒരു സ്വാഗ്, രജനീസം എന്നൊക്കെ പറയുന്നത് ആ ഒരു സ്വാഗ് കിട്ടിയില്ല. ജയിലറിലൊക്കെ കണ്ടപ്പോൾ ഏതാ സാധനം, ആ ഒരു ഫൈറ്റ് സീൻ ഇന്റർവെല്ലിലെ സീക്വൻസ് ആ ഒരു മൂവി കണ്ടവർക്ക് മനസ്സിലാവും. അത് ഇതിലെ കിട്ടിയില്ല, ശരിയാണ്. പക്ഷെ ബാക്കി ആൾക്കാരുടെയും കൂടെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് എ ഗുഡ് മൂവി. അതായത് സൗബിൻ്റെ അഭിനയമാണെങ്കിലും പുള്ളി വില്ലനായിട്ട്, നാഗാർജുന വില്ലനാണ്. ഇവരുടെ ഇവരുടെ രണ്ടുപേരുടെ അഭിനയം അടിപൊളിയാണ്, സെറ്റ് സാധനമാണ്. എനിക്ക് ആകെ വിഷമമായത് ഉപേന്ദ്രയുടെ ഒരു സെക്കൻഡ് ഹാഫിൻ്റെ പകുതി തൊട്ടേ ഉള്ളൂ. പുള്ളി ഒരു സ്ക്രീൻ സ്പേസ് അധികം കിട്ടാത്ത പോലെ തോന്നി. പുള്ളീനെ കുറച്ചുകൂടെ ഈ പടത്തിൽ യൂസ് ചെയ്യായിരുന്നു. അറ്റ്ലീസ്റ്റ് ഒരു സെക്കൻഡ് ഹാഫ് തൊട്ടെങ്കിലും പുള്ളീനെ ത്രോട്ട് കാണിക്കായിരുന്നു. ബട്ട് തീരാതെ ആ ഒരു കുറച്ച് പോർഷനിലാണ് കാണിച്ചത്. പക്ഷെ ആ ഒരു പോർഷൻ അത് പുള്ളി ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ആ ഒറ്റൊരു പോർഷനേ ഉള്ളൂ, പക്ഷെ അതല്ല വൃത്തിക്ക് അല്ല ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യമില്ലാതെ ചില സീൻസ് ഇല്ലെങ്കിൽ ചില സീൻസ് ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ലാഗ് എനിക്ക് ഫീൽ ചെയ്തു. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ലൈക്ക് എൻഗേജിങ് അല്ല. ഇങ്ങനെ പിടിച്ചിരുത്താൻ പാകത്തിന് ലോകിയുടെ പഴയ മൂവീസ് പോലെ തന്നെ പിടിച്ചിരുത്താൻ പാകത്തിനുള്ള ഇല്ല. സെക്കൻഡ് ഹാഫ് പിന്നെയുണ്ട്, ഫസ്റ്റ് ഹാഫിൽ അത്രയ്ക്കില്ല. പിന്നെ ഇതിൽ കുറച്ച് പഴയ കാലം കാണിക്കുന്ന സീൻ അത് എല്ലാവരും പറയാൻ ശരിയാണ്, അത് അടിപൊളി സാധനമാണ്. പഴയ കാലം ഡീജിങ് ഒക്കെ പക്ക പെർഫെക്റ്റ് ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും ഇപ്പോൾ രജനീകാന്തിന് മാത്രമല്ല എല്ലാവരുടെയും ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ അത് എടുത്തു വെച്ചിട്ടുണ്ട്. ആ ഒരു സീനൊക്കെ വന്നപ്പോൾ എൻ്റെ പൊന്നെ, അതിലാണ് നമുക്ക് രജനീകാന്തിൻ്റെ സാഗ് ശരിക്കും കിട്ടിയത് എനിക്ക്. ഇതിൽ നാഗാർജുനനെ ഈ നമ്മുടെ DC-യിലെ ജോക്കറായിട്ട് കുറച്ച് സാമ്യമുള്ള പോലെ നമുക്ക് തോന്നും. കോസ്റ്റ്യൂം വൈസ് ആണെങ്കിലും പുള്ളിയുടെ സ്വഭാവം വൈസ് ആണെങ്കിലും ശരിയാണ്, നമുക്കത് തോന്നും. അതൊക്കെ നല്ല പോർഷനാണ്. ആ ഒരു സാധനമൊക്കെ പുള്ളി ചെയ്തു വെച്ചേക്കുന്നത് നല്ലതായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. എല്ലാവരും പറയുന്നത് ഇതൊരു വീക്കസ്റ്റ് മൂവിയാണ് ലോക്കിയുടെ. ഇതിന് മുമ്പ് ലിയോ ആണ്. പക്ഷേ ലിയോ ഞാൻ ഇതുപോലെ തിയേറ്ററിൽ പോയി ഫസ്റ്റ് ഡേ പോയി കണ്ട പടമാണ്. എനിക്ക് ലോക്കിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പടം ലിയോ ആണ്. സത്യമായിട്ടും പറയാം, ആ ആ സമയത്ത് ഞാൻ റിവ്യൂ തുടങ്ങിയിട്ടില്ല. പക്ഷെ ലിയോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലൈക്ക് എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സിനോട് ചോദിച്ചാൽ അവർക്കും സെയിം ഒപ്പീനിയനാണ്. ലിയോ നല്ല മൂവിയാണ്. ലിയോ അത്ര വീക്കായിട്ട് കാണുന്ന മൂവി എന്താ, എനിക്ക് ചിലപ്പോൾ അധികം കളക്ഷൻ കിട്ടിയിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു സത്യമായിട്ടും.
ഹിസ്റ്ററി വയലൻസ് ആയിട്ട് നല്ല എന്താ സാമ്യമുണ്ട്. പക്ഷെ പുള്ളിയുടെ രീതിക്കാണല്ലോ എടുത്തു വെച്ചത്. ലൈക്ക് ലോക്കിയുടെ ഒരു സ്റ്റൈലിലാണ് അത് മേക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ നല്ല മൂവിയാണല്ലോ ലോക്കി. സോറി, നല്ല മൂവിയാണല്ലോ പിന്നെ ഇതിന് എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ കുറച്ച് ലാഗുണ്ട്. പിന്നെ രജനീകാന്തിന്റെ ആ ഒരു 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 ഇതുണ്ടല്ലോ, ആ ഒരു ഇതിന് കിട്ടിയില്ല. അതാണ് എന്ന് വെച്ച് മൊത്തത്തിൽ പടം കൊള്ളൂലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇതിൽ ബാക്കി നല്ല ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതും കൂടെ വച്ചിട്ട് വേണം ഒരു ഒപ്പീനിയൻ നമ്മൾ പറയാൻ. ഒരു പടത്തിൽ രജനീകാന്ത് ഒരു പടത്തിലൊരു നായകൻ മാത്രമല്ലല്ലോ, ബാക്കി ആൾക്കാരും കൂടി ഉണ്ടല്ലോ, അവരെയൊക്കെ വെച്ച് നോക്കണ്ടേ. നായകൻ പോകായിരുന്നു, നായകനാണ് മെയിൻ എന്നൊക്കെ പറയാമെങ്കിലും ബാക്കി ആക്ടേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ അവരുടെ അഭിനയമൊക്കെ ആണെങ്കിലും കൊള്ളാം. ഇതിൽ ഒരു ലേഡി ഉണ്ട്, പുള്ളിക്കാരിയും അടിപൊളിയായിട്ട് അഭിനയിച്ച ഒരു വില്ലത്തി ടൈപ്പ് ക്യാരക്ടറാണ്, നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു സ്റ്റാർ കാസ്റ്റ് ആയതുകൊണ്ട് തന്നെ ബാക്കി ആൾക്കാരും അവരുടേതായിട്ടുള്ള പോർഷൻ അവർ നല്ല വൃത്തിക്ക് വെട്ടിപ്പായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഇതൊരു എന്താ ഓവറായിട്ട് എക്സ്പെക്റ്റേഷൻ ഉണ്ടായൊരു മൂവിയാണ്. എന്തിനാണ് ഒരു പടത്തിന് ഇത്രയും ഹൈപ്പ് കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതേ കേസായിരുന്നു എമ്പുരാന്റെ സ്ഥാനത്തും. എന്തിനാണ് ഒരു പടത്തിന് ഇത്ര ഹൈപ്പ് കൊടുക്കുന്നത്? ഒരു പടത്തിന് ഒരു ഹൈപ്പോ ഭയങ്കര പ്രമോഷനോ കൊടുക്കേണ്ട ഒരു കാര്യമില്ല. കാരണം പടം നല്ലതാണെങ്കിൽ അത് കയറി പൊക്കോളൂ. വലിയ നടനൊന്നും വേണമെന്നില്ല. സാധാരണ ഒരു നടനാണെങ്കിലും പടം നല്ലതാണോ, അതിൻ്റെ സ്റ്റോറി നല്ലതാണോ, അതിൻ്റെ മേക്കിംഗ് നല്ലതാണോ, ഇതൊക്കെയാണെങ്കിൽ പടം കയറി പൊക്കോളും. എന്തൊക്കെ ഹൈപ്പായിരുന്നു. ഞാൻ ഇൻസ്റ്റ പറഞ്ഞ ഇതിൻ്റെ റീല് മാത്രമേ ഉള്ളൂ. എന്ത് കാര്യത്തിന് എന്തിനാ ഇത്ര ഹൈപ്പ് കൊടുത്തിട്ട് കാണാൻ ഒട്ടും താല്പര്യമില്ലാത്തവരുടെ മനസ്സിൽ വരെ ഓവറായിട്ട് എക്സ്പെക്റ്റേഷൻ കൊടുത്തിട്ട് സിനിമ കണ്ടിട്ട് അവരുടെ എക്സ്പെക്റ്റേഷൻ എത്തിയില്ല പടം എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതാണ് ഇത്ര ഹൈപ്പിന്റെ കാര്യമില്ല. പിന്നെ ഓവറായിട്ട് എന്തിനാ എക്സ്പെക്ട് ചെയ്യാൻ പോണം? ലോകേഷ് കനകരാജാണ് പിന്നെ രജനീകാന്തും കൂടെ കമ്പയിൻ ചെയ്യുമ്പോൾ നല്ല പടമായിരിക്കും എന്ന് വിചാരിച്ചാൽ പോരെ. അതിന് വീണ്ടും അതിന്റെ പുറത്ത് ഇങ്ങനെ ഓരോ എക്സ്പെക്ടേഷൻ കയറ്റി ലിയോ അല്ല എൽസി ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും. അതായിരിക്കും റോളക്സ് ഉണ്ടാവും, മറ്റേ ഉണ്ടാവും. എന്തിനാണ് ഇതൊക്കെ? ഇത് എൽസി ആയിട്ട് കണക്റ്റഡ് അല്ല, ഇതൊരു സ്റ്റാൻഡ് അലോൺ മൂവിയാണ്. സോ അതിന് ആ ഒരു രീതിയിൽ കണ്ടാൽ പോരെ. സ്റ്റാൻഡ് അലോൺ ആയിട്ട് ഡയറക്ടേഴ്സിന് എൽസ്യു പെട്ടെന്ന് തീർക്കാൻ എൻ്റെ ഒരു ആഗ്രഹത്തിൽ പെട്ടെന്ന് തീർക്കണ്ട, പതുക്കെ ടൈം എടുത്ത് നല്ല സ്ക്രിപ്റ്റും നല്ല സ്റ്റോറിയൊക്കെ ഉണ്ടെങ്കിൽ പതുക്കെ കംപ്ലീറ്റ് ചെയ്താൽ മതി. എല്ലാ ക്യാരക്ടേഴ്സിനും അതിൻ്റേതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുത്തിട്ട് പതുക്കെ തീർത്താൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത്ര പെട്ടെന്ന് തീർക്കേണ്ട കാര്യമില്ല ഇല്ലേ. എൻ്റെ ഒപ്പീനിയൻ അങ്ങനെയാണ്. സോ നിങ്ങൾക്ക് നിങ്ങൾ മൂവി കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴത്ത് കമൻറ്റ് ചെയ്യുക. ഒരു ജെന്യുവൻ ആയിട്ടുള്ളൊരു അഭിപ്രായമായിരിക്കണം. അല്ലാതെ ബാക്കി റിവ്യൂസ് ബാക്കി ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു അങ്ങനെയല്ല, നമ്മുടേതായിട്ടുള്ളൊരു ഒപ്പീനിയൻ വേണമല്ലോ. സോ പടം കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഒരു ജെന്യുവൻ റിപ്ലൈ അതായത് കമൻറ്റ് ബോക്സിലിടുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ, ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഒരു ജെന്യുവൻ റിവ്യൂ ഇടുക. ബാക്കി ആൾക്കാർ എന്ത് പറയുന്നു എന്നല്ല, നിങ്ങളുടേതായിട്ടുള്ള ഒരു ഒപ്പീനിയൻ ഉണ്ടാക്കിയെടുക്കുക. അതിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ്. സോ കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടോ, കുഴപ്പമൊന്നുമില്ല. ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടമാണ്. ഇതിൻ്റെ ആ ഒരു ബീജിയമും പിന്നെ ആക്ഷൻ സീക്വൻസും ഒക്കെ കാണണമെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഇത് OTT-ലൊക്കെ ഇറങ്ങി മൊബൈലിൽ കണ്ട അത്ര എക്സ്പീരിയൻസ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഒരു ഭംഗിയും കിട്ടണമെന്നില്ല മൊത്തത്തിൽ. സോ പടം പോയി കാണാം താല്പര്യമുണ്ടെങ്കിൽ. അത്ര